ഹലോ ഗായ്സ്, ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യൂബർ റൈഡർ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂബർ എന്ന വൻമരം വീണോ? ഇപ്പോൾ റാപ്പിഡോയാണല്ലോ താരം കൊച്ചിയിൽ. അങ്ങനെയല്ല കേട്ടോ, യൂബർ അങ്ങനെ പെട്ടെന്ന് തകരുന്ന ഒരു പ്രസ്ഥാനമല്ല. റാപ്പിഡോയ്ക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ റാപ്പിഡോ ഇപ്പോൾ കുറച്ച് കയറി വരുന്നുണ്ട്, മെച്ചപ്പെട്ട രീതിയിലുള്ള റൈഡ് അവർ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത് പ്രൈസ് തന്നെയാണ്. യൂബറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റിനാണ് റാപ്പിഡോ സർവീസുകൾ കൊടുക്കുന്നത്. പക്ഷേ യൂബറിനെ സംബന്ധിച്ചിടത്തോളം യൂബറിൻ്റെ പഞ്ച്വാലിറ്റി, നമുക്ക് വാഹനം കിട്ടാനുള്ള എളുപ്പം, വെയിറ്റിംഗ് ടൈം, പിന്നെന്താ സേഫ്റ്റി, സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും യൂബർ തന്നെയാണ് മെച്ചം. പിന്നെ അവരുടെ മാപ്പാണെങ്കിലും റാപ്പിഡോ മാപ്പ് ഭയങ്കര റോങ് ആയിട്ട് കാണിക്കാറുണ്ട് പലപ്പോഴും. എന്നാൽ ചോദിക്കും, ഗൂഗിൾ മാപ്പല്ലേ അതും യൂസ് ചെയ്യാറുള്ളത്? ആയിരിക്കാം, പക്ഷേ അത് മാപ്പായിട്ട് കറക്റ്റ് കൺവെർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ശരിക്കും യൂബർ തന്നെയാണ് ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ റാപ്പിഡോ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ റാപ്പിഡോ ഉപഭോക്താക്കൾ കൂടുതലാണ്. ആക്ച്വലി ഇത് മൊത്തത്തിലുള്ള എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഓൺലൈൻ ടാക്സി ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവാണ് വരുത്തുന്നത്. അത് യൂബറിനെ അത്രത്തോളം ബാധിക്കുന്നില്ല. റാപ്പിഡോയിൽ മെച്ചപ്പെട്ട് വരുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാർ ഓൺലൈൻ ടാക്സിയിലേക്ക് വരുന്നുണ്ട്. കാരണം വളരെ തുച്ഛമായ റേറ്റിൽ റാപ്പിഡോ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. യൂബറിൻ്റെ സർവീസ് ചാർജും എല്ലാം അവരുടെ കമ്മീഷനും എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും റാപ്പിഡോയിലേക്ക് ആകർഷ്ടരാകുന്നത്. പക്ഷേ അത് ഓൺലൈൻ ടാക്സിക്ക് മൊത്തത്തിൽ ഗുണമാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ യൂബർ എന്നുള്ള വൻമരം പെട്ടെന്നൊന്നും വീഴാൻ സാധ്യതയില്ല. പക്ഷേ റാപ്പിഡോ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അതൊരു സത്യമാണ്, നഗ്നമായ സത്യമാണ്. ഓക്കെ, ഏതായാലും ഓൺലൈൻ മേഖലയ്ക്ക് നല്ല ഉണർവാണ് റാപ്പിഡോയും യൂബറും കൂടി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ സീസൺ, അതായത് ക്രിസ്മസ്, ന്യൂ ഇയർ, തികച്ചും നല്ല രീതിയിലുള്ള ഓട്ടം തന്നെയായിരുന്നു. വാഹനം കിട്ടാൻ തന്നെ അത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ വാഹനം കിട്ടാൻ ഒരുപാട് നേരം വെയിറ്റിംഗ് ടൈമും ശ്രമിച്ചിട്ട് കിട്ടാത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നുമില്ല, ഇപ്പോഴും യൂബർ തന്നെ നല്ല രീതിയിൽ വെച്ചപ്പെടണം. ഇൻ്റർസിറ്റി ഓട്ടങ്ങൾ കൂടുതലും യൂബറിനെ ആശ്രയിച്ചാണ് നിൽക്കുക. റാപ്പിഡോയിൽ അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവേഴ്സ് ഇപ്പോഴും യൂബറിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. നമ്മളെയൊക്കെ നല്ല രീതിയിൽ കമ്മീഷൻ അടിക്കുന്നതിൻ്റെ പരമായിട്ട് നമുക്ക് റേറ്റ് ഭയങ്കര തുച്ഛമായ റേറ്റാണ്. 13, 14, 15 റേറ്റ് വരെ കിലോമീറ്ററിന് ഓടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ യൂബർ തന്നെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നിൽക്കുമെന്നാണ് ഫ്രീ യൂബർ റൈഡറിൻ്റെ അഭിപ്രായം. താങ്ക്